അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി ആയിട്ടില്ല. നമ്മുടെ നേതാക്കൾ അവിടെ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു അനുനയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവിടെ ഏറ്റവും നിർണായകമായ ഒരു ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആവാൻ പോകുന്നു. 1 മണിക്കൂറിൽ എന്താണ് ഡെവലപ്മെന്റ് നമുക്ക് ബൽറാമിനോട് ചോദിക്കാം. ബൽറാമും വിനിതാ വിജയും അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. ബൽറാം, 1 മണിക്കൂർ ആവുന്നു. ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് ഒരു മുന്നോട്ട് പോക്കുണ്ടോ? ഹഷ്മി, ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിനെ നയിച്ചതൊരു നേതാവാണ്. ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. മതിയായ സംഖ്യ MLA-മാരുണ്ട്. എല്ലാം ഉണ്ടായിട്ട് പോലും ചർച്ചകൾ മാരത്തോൺ ചർച്ചകളായി പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ AICC അധ്യക്ഷന്റെ രാജാജി മാർഗിലുള്ള 10-ാം നമ്പർ വസതിക്ക് മുന്നിൽ ആണ്. ഈ വസതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്തിമഘട്ട ചർച്ചകളാണ് ഇപ്പോൾ ഈ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഈ പേര് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കെ സി വേണുഗോപാൽ, ഒപ്പം തന്നെ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരെ ചേർത്തിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ ചർച്ചകളുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ചർച്ചകളിൽ ഒരു പേരിലേക്ക് സമവായത്തിലെത്തിക്കുക, അല്ലെങ്കിൽ 2 നേതാക്കൾ അതെങ്ങനെ എന്നതാണ് ബൽറാം ചോദ്യം. ഇപ്പോ ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ MLA-മാർ എണ്ണത്തിന് പ്രാധാന്യമില്ലേ? ഉറപ്പായും പ്രാധാന്യമുണ്ട്. ജനവികാരത്തിനും ഘടകകക്ഷികളുടെ താല്പര്യത്തിന് പ്രാധാന്യമില്ലേ? ഉറപ്പായും പ്രാധാന്യമുണ്ട്. ഏത് പ്രാധാന്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം വെച്ചാൽ രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ ഇതിനിടയിൽ എങ്ങനെയാണ് ഹൈക്കമാൻഡ് തീരുമാനത്തിലേക്ക് എത്തുക? ഓർക്കുമ്പോൾ തലവരിക്കുന്നു ബൽറാം. തീർച്ചയായും ഹഷ്മി, ഈ ചർച്ചകൾ നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം തന്നെ ഇത്തരത്തിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിയാത്തിടത്തോളം ഒപ്പത്തിനൊപ്പം ഗുണങ്ങളുള്ള അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള നേതാക്കൾ, 3 നേതാക്കൾ ഒരുപോലെ രംഗത്തെത്തി കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി എന്നുള്ളത് തന്നെയാണ്. ഇതിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുകൂലമായി ആണ് കൂടുതൽ MLA-മാരുടെ വോട്ടുകൾ ലഭിച്ചത്. ഹൈക്കമാൻഡിന്റെ ഭാഗമാണ് അദ്ദേഹം. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ്. എങ്കിൽ ഈ തിരഞ്ഞെടുപ്പിനെ നയിച്ചതും തിരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് മാസം മുന്നേ പ്രഖ്യാപിച്ചതും വി ഡി സതീശനായിരുന്നു. ഘടകകക്ഷികളുടെ പിന്തുണ പൂർണ്ണമായും അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ പൊതുജന വികാരവും അദ്ദേഹത്തിന് അനുകൂലമായാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും ഉണ്ടായത്. അതേസമയം രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്. ഘടകകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആകുന്നതിനോട് ഘടകകക്ഷികൾക്ക് ആർക്കും തന്നെ എതിർപ്പില്ല എന്നുള്ള സാഹചര്യമുണ്ട്. മറ്റ് ജാതിമത സംഘടനകളുടേതടക്കമുള്ള നിർണായകമായ പിന്തുണയും അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. ഒപ്പം ദീർഘകാലത്തെ അനുഭവ പരിചയം, ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ. ഈ 3 ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൽ ആര് എന്നുള്ള ഒറ്റ പേരിലേക്ക് എത്തുക എന്നുള്ളത് വലിയ ആശയക്കുഴപ്പം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് മുമ്പായി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത് കെ സി വേണുഗോപാലിന്റെ പേരൊരു നിർദ്ദേശമായി യോഗത്തിന് മുന്നിൽ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പേരിൽ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ യോഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റ് 2 നേതാക്കൾ തങ്ങളുടെ നിലപാടുകൾ നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ളതാണ്. തുടർന്ന് ഒരു പേരിലേക്ക് എന്തുകൊണ്ട് പരിഗണിക്കപ്പെടണം, എന്തുകൊണ്ട് എതിർക്കണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നായിരിക്കും സമവായത്തിലേക്ക് നീങ്ങുക. ഇത് ഒരു ഒന്നിച്ചുള്ള യോഗത്തിൽ സമവായമായില്ലെങ്കിൽ അടുത്ത ഘട്ടം ഒറ്റയ്ക്ക് ഈ നേതാക്കളുമായുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ടും സമവായമായില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു പേര് ഉയർന്നു വരികയാണെങ്കിൽ മറ്റ് നേതാക്കൾ അത് അംഗീകരിക്കും എന്ന ഒരു ആത്മവിശ്വാസം നേതൃത്വത്തിന് ഉണ്ട്, ഹൈക്കമാൻഡിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലായിരിക്കും ഇക്കാര്യം ചർച്ചകൾ സോണിയാഗാന്ധിയുടെ പക്ഷത്തേക്ക് എത്തുക. എന്തായാലും അതുവരെ ഈ ചർച്ചകൾ നീണ്ടുപോയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്നത്. കാരണം അനുനയത്തിന്, സമവായത്തിന് ഇതുവരെയും നേതാക്കൾ തയ്യാറായിട്ടില്ല. തങ്ങളുടെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവസാന ഘട്ടം വരെയും നേതാക്കൾ 3 പേരും തന്നെ. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. സണ്ണി ജോസഫ് കേരള ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്യക്തമാക്കിയത് ഒരു നിശ്ചയമില്ല, ഒന്നിനും വന്ന അവസ്ഥയാണ്. ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ നേതാക്കൾ അനുനയത്തിന് തയ്യാറാവുന്നില്ല. കൂട്ടായും ഒറ്റക്കെട്ടൊക്കെ ചർച്ച നടത്തിയാലും നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഒന്നും നിലപാട് മാറ്റാൻ തയ്യാറാവുന്നില്ല. എങ്ങനെ പരിഹാരം ഉണ്ടാവുന്നില്ല. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കാര്യ ലേഖകൻ ഇന്ന് രാവിലെ എഴുതി വായിച്ചത്
പത്രത്തിലാണ് എഴുതി വായിച്ചത്. ഈ 3 പേരും 2 പേരിൽ അല്ലെങ്കിൽ 3 പേരിൽ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ 4ാമനെ ഒരാളെ കൂടെ കൊണ്ടുവരുന്ന കാര്യം പോലും ഹൈക്കമാൻഡ് ആലോചിക്കും എന്നിങ്ങനെ എഴുതി വായിച്ചിരുന്നു. അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ലേഖനാണ്. അപ്പോൾ 4ാമൻ ഉണ്ടോ എന്നറിയില്ല, അങ്ങനെ ആദ്യമായി കേൾക്കുന്നതാണ് ആ സാധനം. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ഫ്ലക്സ് കണ്ടത്. നിയുക്ത മുഖ്യമന്ത്രി കെ മുരളീധരൻ അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ഫ്ലക്സ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.